ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഉൽപ്പത്തി 9:3. ഹായ്, സാരാഫത്ത് കുക്കിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ഒരു ഫിഷ് കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വഴുതലങ്ങ, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങ, മസാല, എണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. മീൻ, അയല മീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള പുളി, കൊടംപുളിയാണ് ഞാനിവിടെ എടുത്തത്. ഇനി നമുക്ക് വറുത്തരച്ച ഫിഷ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇനി നമുക്ക് മൺചട്ടി ഈ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. അല്പസമയം നമുക്ക് ചട്ടി ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് വാടി വരണം. നമുക്ക് അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങയാണ് ഈ കറിയുടെ നല്ല സ്വാദ് കൂട്ടുന്നത്. ഇത് പ്രത്യേക ഒരു കറിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതില് വഴുതനങ്ങ ആഡ് ചെയ്തു. ഉള്ളിയും വഴുതനങ്ങയും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കൊടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതി. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അയല മീനാണ്. ഇത് 1/2 കിലോ ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പ് നമ്മൾ ഇട്ടു, പക്ഷെ ഇപ്പൊ മീൻ ഇതിൽ ആഡ് ചെയ്ത ശേഷം നമുക്ക് മീനിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അല്പസമയം മൂടി വെച്ച് വേവിക്കാം. നമ്മളിവിടെ മീന് വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വേണ്ടി വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തേങ്ങ വറുത്തെടുക്കണം. അതിനാവശ്യമുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മീനിന് അത് മതിയാകും. ഇത് നല്ല മൂത്ത് ബ്രൗൺ കളറായി വരണം. നമ്മൾ തീയൽ പോലെയാണ് വെക്കുന്നത്. നമ്മൾ വറുത്തരച്ച തീയലൊക്കെ വെക്കുന്നത് പോലെയാണ്. പ്രത്യേക ടേസ്റ്റ് ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ മീൻ കറിയാണ്. കാരണം എരിവൊന്നുമില്ലാത്ത കറിയാണ്. തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അല്പം മസാല മതി. മസാല ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക്
കരിവേപ്പില ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ ഇടേണ്ടത് മുളക് പൊടിയാണ്. അത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് മുളക് പൊടി ഇടുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് എത്ര എരിവ് വേണം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം. ഈ മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടി നല്ലതുപോലെ ഇളക്കണം. തീ ഓഫാക്കി വെച്ചതിന് ശേഷമാണ് മുളക് പൊടിയിട്ട് നമ്മൾ യോജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഈ പൊടി ഒന്ന് നല്ല തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. സാധാരണ നമ്മൾ തീയലിനൊക്കെ അടിച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാവണം. വറുത്തരച്ച തേങ്ങ നമുക്ക് ഈ മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, മീന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതില് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചിത് വെന്ത് വരണം. അത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുവറുത്ത് ഒഴിക്കാം. അതിന് ഈ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മീൻ വേവിച്ചപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ കടുക് വറുത്തതിന് ശേഷം നമുക്ക് അല്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മീൻകറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മീന് പൊടിയാൻ പാടില്ല, പതിയെ ഇളക്കണം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് കറി ഇത് റെഡിയായി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.